ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഖബർസ്ഥാൻ മദീന മുനവ്വറയിലെ ജന്നത്തുൽ ബഖി ആണ്. ആയിരക്കണക്കിന് സ്വഹാബിമാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഭൂമി. മൂന്നാം ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും നബിത്തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിമാരായ ആയിഷ ബീബി അടക്കമുള്ളവർ അന്തിയുറങ്ങുന്നത് ഇവിടെയാണ്. നബിത്തങ്ങളുടെ കർലിൻ്റെ കഷ്ണമായ ഫാത്തിമ ബീബിയും ഇബ്രാഹിമും അടക്കമുള്ള മക്കൾ ഇവിടെയാണ് അന്തിയുറങ്ങുന്നത്. നബിത്തങ്ങളുടെ പ്രിയപ്പെട്ട എളാപ്പയായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവും ഇവിടെ തന്നെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. കുഞ്ഞനാളിൽ നബിത്തങ്ങളെ പാലൂട്ടി വളർത്തിയ ഹലീമ ബീബിയും ഫാത്തിമ ബീബിയുടെ പ്രിയപ്പെട്ട മകനായ നബിത്തങ്ങളുടെ പേരക്കുട്ടിയായ ഹസൻ റളിയല്ലാഹു അൻഹുവും ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവും ഇമാം നാഫി റളിയല്ലാഹു അൻഹു അടക്കം ഒരുപാട് സാലിഹീങ്ങൾ മുഅ്മിനീങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് നബിത്തങ്ങളുടെ ചാരത്തുള്ള ഈ ജന്നത്തുൽ ബഖിയിലാണ്. ജന്നത്തുൽ ബഖിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവർക്ക് നബിത്തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കുന്നതാണ്. മഹ്ശറിലേക്ക് ആദ്യം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് ജന്നത്തുൽ ബഖിയിൽ അന്ത്യവിശ്രമം കൊള്ളാൻ ഭാഗ്യം ലഭിച്ച മഹാന്മാരെയായിരിക്കും. മനിസ്തത്താഅ മിൻകും അൻ യമൂത ബിൽ മദീന ഫൽയമൂത് ബിഹാ ഫഇന്നി അശ്ഫഉ ലിമൻ യമൂത് ബിഹാ. ഒരിക്കൽ നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളിൽ ആർക്കെങ്കിലും മദീനത്ത് വെച്ചുകൊണ്ട് മരിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ മദീനത്ത് വെച്ചുകൊണ്ട് മരിക്കണം. നിശ്ചയം മദീനത്ത് വെച്ച് മരിക്കുന്നവർക്ക് ഞാൻ ശഫാഅത്ത് ചെയ്യുമെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മദീനത്ത് വെച്ചുകൊണ്ട് മരിക്കുന്നവർക്ക് നബി തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കുന്നതാണ്. അല്ലാഹുവേ, നബി തങ്ങളുടെ ചാരത്ത് വെച്ചുകൊണ്ട് മദീനത്ത് വെച്ചുകൊണ്ട് റൗളാ ശരീഫിൽ വെച്ചുകൊണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ. നബി തങ്ങളുടെ ചാരത്തുള്ള പവിത്രമായ ജന്നത്തുൽ ബഖിയിൽ അന്തിയുറങ്ങാൻ ഈ പാപികളായ സാധുക്കളായ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ബിഹഖി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കല്ലാണെൻ്റെ ഖൽബ് പേടിയില്ലല്ലോ, കൊല്ലം എത്രയായി പാപിതൻ